ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഈ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ ചമ്മന്തി ഉണ്ടാക്കിയാലോ. എൻ്റെ അങ്ങനത്തെ ഒരു എക്സ്പ്രഷനായിരുന്നേ. ഞാൻ വീട്ടിൽ ഈ ചിക്കൻ ചമ്മന്തിയുടെ കാര്യം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ അമ്മ പറഞ്ഞു, ഊഫ് അതൊക്കെ എന്തുവാണ് പാവം, എൻ്റെ ഹസ്ബൻഡിന് നീ ഓരോന്നൊക്കെ വെച്ച് കൊടുത്ത് ഇങ്ങനെ വെറുപ്പിക്കുമല്ലോ എന്ന് അമ്മ പറയുവാണ്. പക്ഷേ ഞാൻ ഒന്ന് ട്രൈ ആക്കാൻ തന്നെ തീരുമാനിച്ച്. ഹസ്ബൻഡിന് ഇതൊക്കെ ഭയങ്കര ത്രില്ലാണേ. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് ചിക്കൻ മസാലയൊക്കെ എടുത്ത് അങ്ങ് പുരട്ടി, ബ്രസ്റ്റ് പീസ് തന്നെ എടുത്ത് നല്ലപോലെ പുരട്ടി അങ്ങ് ഞാവടി പിവിടിയൊക്കെ അങ്ങ് വെച്ച്. പിന്നെ ഞാൻ എന്താണ് ഓരോ ആംഗിളിൽ നിന്നും ഓരോ ഷോർട്സും വീഡിയോസ് എടുക്കാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടേയിരുന്നു. എന്തായാലും സമയമുണ്ടല്ലോ, പാൻ ചൂടാവുന്ന വരെ ടൈമുണ്ട്. അങ്ങനെ കാണുന്നതാണ് ഈ രംഗങ്ങളൊക്കെ. ഞാനൊന്നും നോക്കിയില്ല, ഞാൻ അങ്ങ് എന്തുവാണ് ഓരോ 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 കോപ്രായങ്ങളൊക്കെ അവിടെ നിന്ന് കാണിക്കുകയാണ്. അങ്ങനെ പാൻ ചൂടായതും എന്ത് ചെയ്തു, കുറച്ച് ഓയിൽ ഒഴിച്ച് നമ്മൾ നോർമൽ സ്റ്റെപ്പ് അതിൽ തന്നെ നമ്മൾ ചിക്കൻ ഓരോന്നായിട്ട് പെറുക്കി വെച്ച് ഇത്തിരി എന്തുവാണ് തീ കുറച്ചിട്ടിട്ട് നല്ലപോലെ മൊരിച്ചെടുത്താൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഞാൻ ചിക്കനെ മറിച്ചിട്ട് അത്യാവശ്യം അത് മൊരിഞ്ഞ് വരുന്നുണ്ട്. ഇത് ഇങ്ങനെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും, അയ്യാക്കി ചിക്കന് ഒരു കറി വെച്ചാൽ പോരായിരുന്ന വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഈ ചമ്മന്തിക്കൊക്കെ ഇറങ്ങേണ്ടത്. പിന്നെ നമ്മൾ മനസ്സിലൊരു കാര്യം വിചാരിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യരുതെന്ന് 100 പേര് പറഞ്ഞാലും പക്ഷെ അതേ ചെയ്യുള്ളൂ. അത് നമ്മളെല്ലാവരും അങ്ങനെയാണല്ലോ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ കോൺഫിഡൻസ് ഒട്ടും തന്നെ കളയാതെ ഞാൻ ആ ചിക്കനൊക്കെ എടുത്തിട്ട് പാത്രത്തിലോട്ട് മാറ്റി വെച്ചു. പക്ഷേ എന്നിട്ടും മാറ്റി വെച്ചപ്പോൾ എനിക്ക് കുറച്ച് കഴിക്കാനും ബാക്കി ചമ്മന്തിയിലോട്ടും വേണ്ടിയാണ്. പിന്നെ ഞാൻ ചിക്കൻ ഓരോന്നായിട്ട് പിച്ച് നമ്മളെ ജാറിൽ എടുത്ത്, വലിയ ജാർ തന്നെ എടുത്തിട്ട് എല്ലാം കൂടി ഇട്ട് നമ്മൾ നോർമൽ ഇൻഗ്രീഡിയൻസ്, ചമ്മന്തിക്കായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്ത് ഒന്നും നോക്കിയില്ല, ആ ചിക്കൻ അങ്ങ് ജാറിലിട്ട് അരച്ചെടുത്തതാണ് ആ കാണുന്നത്. എൻ്റെ എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് ജാറിലിട്ട് ഞാൻ അരച്ചെടുത്ത്. ഇടയ്ക്ക് കണ്ടില്ല ടെപ്പ, അത് എൻ്റെ അമ്മ തന്നു വിട്ടാണ്. എല്ലാ പൊടികളും നമുക്ക് അതിൽ തന്നെ ഇടാൻ പറ്റും, അത് നല്ല അടിപൊളിയാണ്. അങ്ങനെ എല്ലാം കൂടെ ഈ ഇൻഗ്രീഡിയൻസും ഇട്ടിട്ട് അങ്ങനെ അരച്ചെടുത്ത ചമ്മന്തിയാണ് ഇത്. പിന്നെ ഞാൻ അലങ്കാരത്തിന് മല്ലിയിലയും കൂടെ വെച്ച്, കൊള്ളാമല്ലോ, നല്ല രസമുണ്ട്. പക്ഷേ ഇതിൽ ഇച്ചിരി വെള്ളം കൂടിപ്പോയി, പക്ഷേ ടേസ്റ്റൊക്കെ അപാരമായിരുന്നു. അങ്ങനെ എനിക്ക് തന്നെ ഇതിൽ അഭിമാനം തോന്നി, ഞാൻ ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്ന്. പക്ഷേ കൊള്ളായിരുന്നു കേട്ടോ. അങ്ങനെ എൻ്റെ അഭിമാനമാണ് ഈ കാണുന്ന മുഖത്ത്.